വൈവിധ്യങ്ങൾ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും സമ്പന്നമാണ് സർപ്പക്കാവുകൾ എന്ന് പറയുന്നത്. ഈ സർപ്പക്കാവുകളെ സംബന്ധിച്ച് ഒരുപാട് ആചാരങ്ങളും ഒപ്പം തന്നെ ശാസ്ത്രീയമായ വശങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആയില്യങ്കാവ് നാഗരാജ ദേവസ്ഥാനത്താണ്. 1000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഈ ബയോഡൈവേഴ്സിറ്റി ഓഫ് കേരള ഗവൺമെന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ കാവിനെ കുറിച്ചിട്ട്. അപ്പൊ ഈ കാവിന്റെ വിശേഷങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ഒപ്പം തന്നെ സർപ്പക്കാവ് സംരക്ഷണ സമിതിയെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ശിവാഭരണം ഘോരരൂപം പഞ്ചഇന്ദ്രിയതാരകം. ഇവിടെ സർപ്പരാജ വാസുകി, നാഗയക്ഷിയമ്മ, അഖില സർപ്പങ്ങൾ, ബ്രഹ്മരക്ഷസിൻ്റെ രൂപമുള്ളതാണ്. ഇവിടെ കാവിൻ്റെ അകത്ത് തന്നെ കുളമുള്ളതാണ്, കരിങ്കൽ കുളമുള്ളതാണ്. ഇതിൽ യഥാർത്ഥ നാഗങ്ങളും സർപ്പങ്ങളെല്ലാം ഉള്ളതാണ്. ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത് വിശ്വം കൊത്തുപാറയാണ്. അദ്ദേഹം അഖില കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയാണ്. ചേട്ടാ നമസ്കാരം. നമസ്തേ. ഇപ്പോ എന്തൊക്കെയാണ് ഈ കാവിന്റെ ഒരു ഐതിഹ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ആയില്യങ്കാവിന്റെ ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണ്? ആയില്യങ്കാവിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇത് 1000ഓളം വർഷം പഴക്കമുണ്ടെന്ന് കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് 2 ദിവസത്തോളം ഇത് ഓരോ മരങ്ങളും ചെടികളും എല്ലാം ചെക്ക് ചെയ്ത് അവർ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രധാന പ്രതിഷ്ഠ നാഗരാജാവ് തന്നെയാണെന്ന് അവരുടെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. ഇവിടെ സർപ്പരാജ വാസുകി, നാഗയക്ഷിയമ്മ, അഖില സർപ്പങ്ങൾ, ബ്രഹ്മരക്ഷസിൻ്റെ രൂപമുള്ളതാണ്. ഇവിടെ കാവിൻ്റെ അകത്ത് തന്നെ കുളമുള്ളതാണ്, കരിങ്കൽ കുളമുള്ളതാണ്. ഇതിൽ യഥാർത്ഥ നാഗങ്ങളും സർപ്പങ്ങളെല്ലാം ഉള്ളതാണ്. അങ്ങനെ നാഗങ്ങളെ കണ്ടിട്ടുണ്ടോ? നാങ്ങളെ ഞാൻ നിരവധി പ്രാവശ്യം കണ്ടെന്ന്. കാലത്തെ കുളിച്ച് ജപിച്ച് ഞാൻ ഇവിടെ വിളക്കുന്ന സമയത്ത് നാഗങ്ങളെ കാണാം. പെട്ടെന്ന് നാങ്ങളെ അങ്ങ് പോകുന്നത് കാണാം. സർപ്പങ്ങളല്ല, യഥാർത്ഥ നാഗരാജാവ് എന്ന് പറയുന്നത് പെട്ടെന്ന് മാഞ്ഞു പോകുന്നതാണ്. ചേട്ടാ, ഓരോ സർപ്പക്കാവുകൾക്കും അതിൻ്റെതായ ആചാരങ്ങൾ ഉണ്ടാവും, അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ് ആയില്യങ്കാവിനെ സംബന്ധിച്ച് പ്രത്യേകതകൾ? ആയില്യങ്കാവിനെ സംബന്ധിച്ച് എല്ലാ മാസം ആയില്യത്തിനും ഇവിടെ സർപ്പപൂജ നടപ്പുണ്ട്, ആയില്യപൂജ നടപ്പുണ്ട്. 3 തിരുമേനിമാരും പുള്ളുവത്തിയും വന്ന് ഇവിടെ സർപ്പപൂജ ചെയ്യാറുണ്ട്. ഈ എറണാകുളം ജില്ലയിലും കേരളത്തിന് അടുത്തുള്ള എല്ലാ ഭക്തരും ഇവിടെ വന്ന് തൊഴാറുണ്ട്. ഏതാണ്ട് ഒരു 500 ചില്ലാനും പേര് എല്ലാ മാസങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഒരു പൂജ നടത്തി പോകുന്നു. അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്, കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടന്നിട്ടുണ്ട്, പാണ്ഡുരോഗം മാറിയിട്ടുണ്ട്, ജോലി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ഈ സർപ്പക്കാവിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മള് ചേട്ടന്റെ വീട് ഇരിക്കുന്നത് ഈ കാവിനോട് ചേർന്ന് തന്നെയാണ്. അതെ അതെ. അപ്പൊ നമ്മൾ ഈ സർപ്പക്കാവിന് ഒരു വരുത്തുപോക്ക് ഉണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ആ സ്ഥലങ്ങളിൽ നമ്മൾ വീടുകൾ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ പണിയുകയാണെങ്കിൽ ദോഷമാണ്. അങ്ങനെ അത് ശരിക്കും ഉള്ളതാണോ? അത് അങ്ങനെയുണ്ട്. അത് എല്ലാ വഴി കൂടിയും വരുത്തുപോക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാവുകളും നാഗരാജാക്കന്മാരും പോകുന്ന ചില ഏരിയകളുണ്ട്. അവിടെ വീട് വെക്കാൻ പാടില്ല എന്നും കാവിന് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ചാൽ ദോഷങ്ങൾ തന്നെയാണ്. അതുപോലെ എൻ്റെ വീടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ദോഷങ്ങളൊന്നുമില്ല. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വർഷങ്ങളായിട്ട് 270 വർഷത്തോളം പഴക്കമുണ്ട് ഈ വീടിന്. ഞങ്ങളിവിടെ ഇങ്ങനെ കാരണന്മാരായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ ഒരു ദോഷവും ഇല്ല. ഞങ്ങൾക്ക് ഈ സർപ്പക്കാവ് ഉള്ളത് കൊണ്ട് വളരെ നല്ലതാണ്. ഈ സർപ്പക്കാവുമായി ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾ വരുമെന്ന തരത്തിലുള്ള കേട്ടിട്ടുണ്ട് ഞാൻ. അത് ഈ സർപ്പദോഷം കൊണ്ട് വരുന്നതാണോ അതോ വേറെ എന്തെങ്കിലും കെമിക്കൽ? അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. സർപ്പത്തിനെ ആരാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂജിച്ചു കഴിഞ്ഞാൽ സർപ്പതും ഒരാളെ ഉപദ്രവിച്ച ചരിത്രം ഇന്നില്ല എന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സംസ്ഥാന സെക്രട്ടറി ആണെന്ന് പറഞ്ഞല്ലോ. കേരളത്തിൽ മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദോഷം കേരളമായിട്ട് എനിക്കറിയില്ല, ആദ്യമായിട്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ സർപ്പക്കാവുകൾ പൊളിച്ചു മാറ്റുക അല്ലെങ്കിൽ സർപ്പക്കാവുകൾ ഇരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വീട് വെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നേരിടുന്ന സർപ്പദോഷങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ത്വക്ക് രോഗങ്ങൾ. ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളില്ലായ്മ അല്ലെങ്കിൽ കല്യാണം വൈകുന്നത്. കേരളത്തിലെ ഒരു സർപ്പക്കാവുകളും മാറ്റിവെക്കാൻ പറ്റില്ല, എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ സർപ്പക്കാവ് മാറ്റുന്ന പ്രധാനപ്പെട്ട ഒരു തിരുമേനിമാരും അങ്ങനെ പറയുന്നില്ല. സർപ്പക്കാവ് മാറില്ല എന്ന് തന്നെയാണ് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. എന്നോടും സംസ്ഥാന പ്രസിഡന്റിനോടും ഇവിടെ അധികാരികമായിട്ട് സർപ്പക്കാവ് മാറ്റുമെന്ന് പറയുന്ന ഒരു നമ്പൂതിരിമാരും പറയുന്നത് സർപ്പക്കാവ് മാറില്ല, സർപ്പക്കാവ് മാറ്റാൻ പാടില്ല. പക്ഷെ മാറ്റുന്നത് ചില അത്യാവശ്യങ്ങൾ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് കല്യാണം വീട്ടിൽ കുട്ടികളുടെ കല്യാണം നടക്കാനുള്ള സ്ഥലം വെക്കണം, വീട് വെക്കണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ മാറ്റുന്നതാണ്. പക്ഷെ ആ വീടുകളൊന്നും ശരിയായിട്ടില്ല. സർപ്പക്കാവ് ഉള്ള മാറ്റിയിട്ടുള്ള സ്ഥലങ്ങളിൽ വീട് വെക്കുകയോ സ്ഥാപനങ്ങൾ പണിയുകയോ എന്ത് ചെയ്താലും അവിടെ ഒന്നും ശരിയായിട്ടില്ല. അങ്ങനെ ചെയ്ത വീടുകളിൽ ചില സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അമ്പലങ്ങൾ തന്നെ അത് അവകാശപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സർപ്പങ്ങളുടെ വിഗ്രഹങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയോ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെ മാറ്റിയിട്ടുള്ള വീടുകളിൽ നിന്നൊന്നും ഒന്നും ശരിയായിട്ടില്ല. പിന്നെ പച്ച മലയാള ഭാഷയെ പറയുകയാണെങ്കിൽ ആ സർപ്പക്കാവ് മാറ്റിയിട്ടുള്ള വീടുകളും അവിടെ നിന്ന് മാറ്റിയിട്ടുള്ള വീടുകളിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ വെക്കുകയോ വീട് വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഗതി പിടിച്ചിട്ടില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ വീടുകളിൽ ഒന്നും കൂടി പറഞ്ഞേക്കട്ടെ, വിവാഹം നടക്കാത്ത ഒട്ടനവധി സ്ത്രീകൾ ഇവിടെയുണ്ട്.
വിവാഹം നടന്നിട്ട് വിവാഹബന്ധം ഉപേക്ഷിച്ച് വന്നവരുണ്ട്, കുട്ടികളില്ലാത്തവരുണ്ട്, അംഗവൈകല്യം സംഭവിക്കുന്നവരുണ്ട്, ത്വക്ക് രോഗം സംഭവിച്ച് നശിച്ചു കിടക്കുന്ന ഒട്ടനവധി വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കളമശ്ശേരിയിൽ പവർ പ്ലാന്റ് എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ പവർ പ്ലാന്റാണ്. ആ പവർ പ്ലാന്റ് ഒരു കൊയ്യാട്ടുകാവ് എന്ന് പറയുന്ന ഒരു കാവ് പൊളിച്ചിട്ടാണ് ആ പവർ പ്ലാന്റ് വെച്ചത്. കോടാനുകോടി രൂപ മുടക്കി കേരള ഗവൺമെന്റ് പണിത കൊയ്യാട്ടുകാവ് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? സർപ്പദോഷമാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും സർപ്പദോഷമാണ്. അല്ലെങ്കിൽ പിന്നെ കേരള ഗവൺമെന്റിന്റെ അത് പണിതൂടെ? എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? അതുപോലെ ഇവിടുത്തെ FACT കമ്പനിയുടെ ഒരു പ്ലാന്റ്, PD പ്ലാന്റ്, എനിക്കറിയാവുന്നതാണ്, ഞാനവിടെ വർക്ക് ചെയ്തിരുന്നതാണ്. അവിടെയും കാവ് പൊളിച്ചിട്ടാണ് പ്ലാന്റ് വെച്ചത്. ഇന്ന് വർക്ക് ചെയ്യില്ലെന്നാണ് ജനങ്ങളുടെ സംസാരം. ഈ സർപ്പക്കാവ് സംരക്ഷണ സമിതിയുടെ ഒരു മാതൃഭാവം എന്ന് പറയുന്നത് ആയില്യങ്കാവാണ്. അപ്പോൾ ആയില്യങ്കാവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആയില്യങ്കാവിൽ ഈ കുറച്ച് പരിസ്ഥിതി പ്രവർത്തകരൊക്കെ വരികയും അവരിതിനെയൊക്കെ നിരീക്ഷിച്ചിട്ട് എല്ലാ കാലങ്ങളിലും ഈ വളരെയേറെ അപൂർവങ്ങളായ വൃക്ഷങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ശേഷം ഈ ആയില്യങ്കാവിലുള്ള വൃക്ഷലതാദികൾ തൊട്ടടുത്ത് വീട്ടിൽ താമസിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇത് ഉണക്കുകയും അതിൻ്റെ പേരിൽ ഞങ്ങൾ കേസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകയും പോലീസിൻ്റെ ഭാഗത്തു നിന്നോ കോടതിയുടെ ഭാഗത്തു നിന്നോ ഞങ്ങൾക്ക് നീതി കിട്ടാതെ വന്നപ്പോൾ നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തുകയും, അപ്പോൾ ആ നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ കോടതി നിർദ്ദേശപ്രകാരം കേരള ഗവൺമെൻറ്റിൻ്റെ ബയോഡൈവേഴ്സിറ്റി വിഭാഗം ഇവിടെ വരികയും അവർ മണ്ണും ഇലകളും മരങ്ങളും ഒക്കെ പരിശോധിച്ചതിന് ശേഷം ഇത് 1000-ഓളം വർഷം പഴക്കമുണ്ടെന്ന് കണ്ടെത്തുകയും, അതുമാത്രമല്ല IUCN റെഡ് ഡേറ്റ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഹോപ്പിയോ പൊൻഗ എന്ന് പറയുന്ന ഒരു മരം ഇവിടെ ഉണ്ട്. അത് മലയാളത്തിൽ ആ മരത്തിൻ്റെ പേര് തിങ്ക എന്നാണ്. അപ്പോഴാണ് നമ്മൾ ആ മരത്തിൻ്റെ പേര് പോലും കേൾക്കുന്നത്. അങ്ങനെ ഒരു മരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ആ തിങ്ക എന്ന് പറഞ്ഞ മരം ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ തിങ്ക, അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, അപൂർവങ്ങളിൽ അപൂർവമായ സസ്യങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് കാവുകൾ. അപ്പോൾ ഈ കാവുകൾ പോലെ തന്നെ എല്ലാ കാവുകളിലും ഇങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ വൃക്ഷങ്ങളുണ്ടെന്നും ആ സമയങ്ങളിലൊക്കെ കൊറോണ വൈറസൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പാണ്. അതിനുശേഷം കൊറോണ വൈറസ് വരുന്നു. ഒരു പക്ഷേ അപ്പം ഞങ്ങൾ ചിന്തിച്ചൊരു കാര്യം, കൊറോണ പോലൊരു മഹാമാരി ലോകത്തുണ്ടായാൽ അതിന് ഉപയോഗിക്കേണ്ട ഒരു മരുന്ന് പോലും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സസ്യത്തിൽ നിന്നായിരിക്കും എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ സസ്യങ്ങളൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത സസ്യങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അത് പശ്ചിമഘട്ടത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണപ്പെടുന്ന സസ്യങ്ങളാണ് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്നതൊക്കെ. അപ്പം ഇവിടെ തന്നെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഇവർ ഇത്രയധികം മരങ്ങളും സസ്യലതാദികളും നശിപ്പിച്ചതിന് ശേഷം പോലും 16 സസ്യകുടുംബങ്ങളിലായിട്ട് ഏകദേശം 24ഓളം സ്പീഷ്യസിൽപ്പെട്ട സസ്യലതാദികൾ ഇവിടെ ഉണ്ട് എന്നാണ് ഈ കാവിൽ മാത്രം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അത് മാത്രമല്ല, ഈ കാവ് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇങ്ങനെ വ്യാപിച്ച് അപ്പുറത്ത് വരെ കിടക്കുകയാണ്. അപ്പോൾ ഈ തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ, കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കാനും മാത്രം പ്രാപ്തമായ ഒരു കാവ് എന്നാണ് അവരതിന് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും മൂല്യമുള്ള ഒരു കാവിൻ്റെ മൂല്യം ഞങ്ങൾ തിരിച്ചറിയുകയും കേരളത്തിലുള്ള എല്ലാ കാവുകളിലും വൃക്ഷവൽക്കരണം നടത്തും, അതുപോലെ തന്നെ ആചാരപ്രകാരം അത് സംരക്ഷിക്കുക. അപ്പം കാവിൻ്റെ മൂല്യങ്ങളും മറ്റു കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് സംരക്ഷിക്കേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തുക എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനൊരു പുതിയ സമിതിക്ക് രൂപം കൊടുക്കുകയും ആ സമിതിയുമായി യോജിച്ചു പോകുന്ന ആൾക്കാർ ഏകദേശം ഒരു 180ഓളം കാവുകളെ കേരളത്തിൽ ഞങ്ങൾ യോജിപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ആ കാവുകൾക്കെല്ലാം വേണ്ടിയിട്ട് അപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ അപ്പം ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ പേരിൽ അദ്ദേഹം കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഈ പറയുന്ന പോലെ കാവുകളുടെ ഡീറ്റെയിലിനെ കുറിച്ച് വിവരാവകാശം വെക്കുകയും കേരളത്തിൽ സർക്കാർ തന്നെ 1984 തൊട്ട് സർക്കാർ ഗ്രാൻഡ് കൊടുത്ത് കേരള സർക്കാർ സംരക്ഷിക്കുന്നതാണ് സർപ്പക്കാവുകൾ. അപ്പോൾ അതിൽ 10,000-ഓളം കാവുകൾ ഉണ്ട് എന്ന് നമ്മുടെ നിയമസഭയിൽ തന്നെ ഒരു MLA പറയുകയുണ്ടായി. പക്ഷെ നമ്മുടെ ഔദ്യോഗിക രേഖകൾ പരിശോധിക്കുമ്പോൾ 1000-ൽ താഴെ കാവുകൾ കേരളത്തിലുണ്ട്. അല്ല, അതാണ് കാര്യം. ഈ ഔദ്യോഗിക രേഖകൾ ഇതിനകത്ത് തെറ്റായി വരണം. അപ്പം ഔദ്യോഗിക രേഖകൾ ഈ കാവുകളുടെ ശരിയായ എണ്ണം അതിനകത്ത് കൊടുക്കുന്നില്ല. കാരണം ഈ പറയുന്ന കാവുകളെ സംബന്ധിച്ച് ഇപ്പം പ്രത്യേകിച്ചും പണ്ടുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ കേസ് നടത്തി. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സെക്രട്ടറി കേസ് നടത്തി. അദ്ദേഹം അവിടുന്ന് ഹൈക്കോടതിയിൽ നിന്നൊരു ഓർഡർ വാങ്ങി, കാവുകളിൽ നിൽക്കുന്ന വൃക്ഷലതാദികൾ വെട്ടിമാറ്റാൻ പാടില്ല എന്ന്. അപ്പോൾ അതോടുകൂടിയിട്ട് തന്നെ കാവ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് ഈ പറയുന്ന ഈ കാവുകളെയൊക്കെ മാറ്റിയിട്ട് സ്വകാര്യ ഭൂമികളായിട്ട് കാവുകളല്ലാതെ കാണിക്കാനായിട്ട് അതാത് പഞ്ചായത്തുകളാണല്ലോ അതാത് സ്ഥലത്തെ സർക്കാർ, പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്തിലെ അധികാരികളും ചേർന്ന് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ കാവുകളുടെ എണ്ണം കുറഞ്ഞു പോയത്. യഥാർത്ഥത്തിൽ കാവുകൾ ഇപ്പോഴും 10,000-ലധികം
കാവുകൾ കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ സർപ്പക്കാവുകൾ സംരക്ഷിക്കണം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അത് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ? പിന്നെ 100%. കാരണം ഈ ലോകത്ത് തന്നെ പ്രകൃതിയുടെ ഏറ്റവും മൈക്രോ ലെവലിലുള്ള ഒരു രൂപമാണ് സർപ്പക്കാവുകൾ എന്ന് പറയുമ്പോൾ. സർപ്പക്കാവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ സർപ്പക്കാവിലെ ഏകദേശം 700-ലധികം സൂക്ഷ്മജീവികളും 960-ലധികം ചെറു ജീവികളും ഉൾപ്പെടുന്ന ഒരു പ്രകൃതിയുടെ മനുഷ്യൻ്റെ കടന്നുകയറ്റം ചെല്ലാത്ത ഒരു മേഖലയാണ് സർപ്പക്കാവുകൾ. ഈ കാവുകൾ എന്ന് പറയുമ്പോഴത്തേന് സർപ്പക്കാവുകളും പ്രധാനമായിട്ട് എല്ലാവരും സർപ്പക്കാവുകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് പണ്ട് ഈ പറയുന്ന ആരാധനാമൂർത്തികളുടെ പേരിലും കാവുകൾ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ കാവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാര്യം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ സംസ്കാര സമ്പന്നമായി ജീവിക്കുന്ന ഒരു ജനവിഭാഗം അവരുടെ ആരാധനാലയം പോലും അല്ലെ ഈശ്വര സങ്കല്പം, അതായത് പ്രധാനമായിട്ടും മനുഷ്യനെ ആശ്രയിച്ച് അന്നും ഇന്നും എന്നും ആശ്രയിക്കുന്ന ഒരു വിഭാഗം അല്ല ഒരു കാര്യമാണ് ഈശ്വര സങ്കല്പം. ഈശ്വര സങ്കല്പത്തിലോട്ടാണ് എല്ലാവരുടെയും ഒരു ഇതുള്ളത്. അപ്പോൾ അത് ഏത് മതവിഭാഗത്തിലുള്ളവരും അങ്ങനെ തന്നെയാണ്. അപ്പം ആ ഈശ്വര സങ്കല്പത്തിലുള്ള അവരുടെ ആരാധനാമൂർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുലദേവതാ സങ്കല്പങ്ങളാണ്. അവരുടെ വീടിൻ്റെ അല്ലെങ്കിൽ ആ കുലത്തിൻ്റെ തന്നെ ഒരു ആരാധനാമൂർത്തിയൊക്കെ ഉണ്ടാകും. ആ മൂർത്തികളെയൊക്കെ വീടിൻ്റെ ഏകദേശം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പ്രതിഷ്ഠിക്കുകയും ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ള മരങ്ങളെയും വൃക്ഷലതാദികളെയൊക്കെ മനുഷ്യൻ്റെ യാതൊരു കടന്നുകയറ്റവും ഇല്ലാതെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് പോയിരുന്നതാണ്. അപ്പം അതിന് പ്രധാനമായിട്ടും ഊർജത്തിൻ്റെ രൂപമായിട്ടുള്ള, അതായത് എല്ലാ ഹൈന്ദവ രീതിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ദേവന്മാരുടെയും അംശം സർപ്പവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പം സർപ്പവുമായി പെടാത്ത ദേവതകളൊന്നുമില്ല. എല്ലാ ദേവതാ സങ്കല്പങ്ങളും സർപ്പവുമായി ബന്ധപ്പെട്ടു. അതിൻ്റെ ഒരു പ്രധാന കാരണം ഊർജത്തിൻ്റെ രൂപമാണ് സർപ്പങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ഒരു വിശ്വാസമുള്ളത് കൊണ്ടും അത് കാലക്രമേണ സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടും വിശ്വാസം കൊണ്ട് മാത്രമല്ല പലരുടെയും അനുഭവം കൊണ്ടും അത് സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ആ ഊർജ്ജ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർപ്പപ്രതിഷ്ഠയോട് കൂടിയിട്ട് അപ്പം ആ ഊർജ്ജത്തിൻ്റെ ഒരു രൂപം എന്ന് പറയുമ്പോഴത്തേന് നമുക്കതിനെ ശരിക്കും അതിൻ്റെ ഒരു ചലനാത്മകമായ രൂപത്തെ കാണാൻ പറ്റുന്ന സർപ്പരൂപത്തിലാണ്. അപ്പം ഈ മനുഷ്യൻ്റെ തന്നെ ഉൽപ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജവും അണ്ടവും ചേർന്നാണ് മനുഷ്യൻ ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ മനുഷ്യൻ്റെ നല്ല ഈ സസ്തനികളായിട്ടുള്ള എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പം ആ ബീജരൂപം തന്നെ ഈ പറയുന്ന നാഗരൂപമാണ്. അത് ശിവാഭരണം ഘോരരൂപം പഞ്ച